ജനാധിപത്യത്തിന്റെ ഉത്സവത്തിലേക്കാണ്. പാലക്കാടൻ കാറ്റ് എങ്ങോട്ടാണെന്നറിയാൻ വിധി എഴുതി തുടങ്ങിയിട്ടുണ്ട്. ആദ്യ മണിക്കൂറിന് ശേഷം പോളിംഗ് മന്ദഗതിയിലാണ്. ഇതുവരെയുള്ള പോളിംഗ് 20.50% രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണ തിരക്കുണ്ടായിരുന്ന പല ബൂത്തുകളിലും ഇത്തവണ തിരക്ക് കുറവാണ്. NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ, CPM നേതാവ് NN കൃഷ്ണദാസ്, ഷാഫി പറമ്പിൽ MP എന്നിവരെല്ലാം വിവിധ പോളിംഗ് ബൂത്തുകളിൽ വോട്ട് രേഖപ്പെടുത്തി. പറക്കുന്നം സ്കൂളിൽ നിന്ന് പ്രസാദ് ഉറുമ്പശ്ശേരി, സുൽത്താൻപേട്ട ഗവൺമെന്റ് LP സ്കൂളിൽ നിന്ന് സരീഷ് PK, മോഴിപ്പുലം അങ്കണവാടിയിൽ നിന്ന് ആൽവിൻ തോമസ് എന്നിവർ ചേരുന്നുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ടേഴ്സിലേക്ക് പോകാൻ വളരെ വിശദമായി തന്നെ ആദ്യം പ്രസാദ് ഉറുമ്പശ്ശേരിയിലേക്ക് പോവുകയാണ്. പ്രസാദ്, നമ്മുടെ മറ്റ് റിപ്പോർട്ടർമാരെ പോലെയല്ല, പ്രസാദിനാവുമ്പോഴത്തേനും പാലക്കാടിന്റെ പൾസ് പൂർണ്ണമായും അറിയാൻ കഴിയുന്ന ആളാണ്. ഇതുവരെയുള്ള ഒരു പോളിംഗ് ശതമാനം വെച്ച് ട്രെൻഡ് എങ്ങനെയായിരിക്കും? പോളിംഗ് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? ശ്രീലക്ഷ്മി, നിലവിൽ ട്രെൻഡ് നമുക്കങ്ങനെ പറയാൻ കഴിയുന്നൊരു സാഹചര്യമല്ല. രാവിലെ നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ തിരക്ക് അല്പം കുറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ചില ബൂത്തുകളിലെല്ലാം തിരക്ക് നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടെ CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ നിൽക്കുന്നതാണ്. അദ്ദേഹം ഇവിടെ 15 മിനിറ്റോളമായി ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. വോട്ട് ചെയ്തതിന് ശേഷം പ്രതികരിക്കാം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും 15 മിനിറ്റോളമായി അദ്ദേഹം ഇവിടെ കാത്തു നിൽക്കുന്നു. എന്നാൽ നഗരത്തിൽ തന്നെയുള്ള പല ബൂത്തുകളിലും ഇപ്പോൾ തിരക്ക് ഇല്ല, തിരക്ക് കുറഞ്ഞു എന്ന് തന്നെ പറയാം. BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ രാവിലെയെല്ലാം നല്ല പോളിംഗ് നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ UDFന്റെ കേന്ദ്രങ്ങളിലും ഇത്തരത്തിൽ രാവിലെ പോളിംഗ് നടന്നിട്ടുണ്ടെങ്കിലും പിന്നീട് കുറഞ്ഞു എന്നുള്ളതാണ്. അതെല്ലാം ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് വരും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്ന ആളുകളെല്ലാം തന്നെ ഒരുപോലെ പങ്കുവെക്കുന്നത്. തെരഞ്ഞെടുപ്പായതുകൊണ്ട് പാലക്കാട് മണ്ഡലത്തിൽ അവധിയാണെങ്കിലും സമീപ മണ്ഡലങ്ങളിൽ അവിടെയെല്ലാം ജോലിയുള്ള ആളുകളെല്ലാം ഉണ്ട്. അവരെല്ലാം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവിടേക്ക് വരിക. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം മാത്രമേ നമുക്ക് ഈ പോളിംഗ് വലിയ തോതിൽ വർദ്ധിക്കുകയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചുകൊണ്ട് ഇപ്പോൾ പോളിംഗ് അല്പം കുറഞ്ഞിട്ടുണ്ട്. 21-22% ഉയർന്നു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. പോളിംഗ് ശതമാനം വർദ്ധിച്ചാൽ, രാവിലെ BJPയുടെ സ്ഥാനാർത്ഥി പറഞ്ഞത് പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നത് അവർക്ക് പ്രതീക്ഷ നൽകുന്നതാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് പോളിംഗ് ശതമാനം കുറഞ്ഞാൽ അത് ഞങ്ങൾക്ക് തുണയാവുമെന്നാണ്. ഇത് എല്ലാവരും അവരുടെ അവകാശവാദങ്ങൾ നിൽക്കുന്നു. അവരെല്ലാം ഓരോ കാരണങ്ങളാൽ പറഞ്ഞുകൊണ്ട് പ്രതീക്ഷ പങ്കുവെക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഇപ്പോൾ സരിൻ രാവിലെ വോട്ട് ചെയ്യാൻ പോയിരുന്നെങ്കിൽ പോലും അവിടുത്തെ തിരക്ക് കാരണം ആദ്യം സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് വോട്ടിംഗ് വൈകിയിരുന്നു. പിന്നീട് ഈ തിരക്ക് കാരണം അവിടെ നിന്ന് മാറി ഉച്ചയ്ക്ക് ശേഷം വോട്ട് ചെയ്യാം എന്നതാണ് സരിൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. C. കൃഷ്ണകുമാർ രാവിലെ തന്നെ അയ്യപുരം സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഉപതെരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ 2 ഉപതെരഞ്ഞെടുപ്പിലും, അത് ചേലക്കരയിലും വയനാടും പോളിംഗ് ശതമാനം കുറഞ്ഞിരുന്നു. പാലക്കാടും അങ്ങനെ സംഭവിക്കുമോ എന്നുള്ളതാണ് നമുക്കിനി നോക്കേണ്ടത്. കാരണം ഇപ്പോഴത്തെ ഒരു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2021 തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തിയാൽ ഇത്രയും പോളിംഗ് ശതമാനമല്ല, ഇതിനേക്കാൾ കൂടുതൽ ഈ നേരത്തെ പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പറക്കുന്നം സ്കൂളിൽ പോലും ഏറെ നേരം കാത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അത്രത്തോളം തിരക്ക് ഇത്തവണ ഇല്ല എന്ന് തന്നെ. അതോടൊപ്പം ശക്തി കേന്ദ്രങ്ങളായ വടക്കന്തറ അത്തരം മേഖലകളിൽ അവിടെയും ഇപ്പോൾ തിരക്ക് അല്പം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. പോളിംഗ് ശതമാനം കൂടിയാൽ അത് ഗുണം ചെയ്യുമെന്ന് C. കൃഷ്ണകുമാറും കുറഞ്ഞാൽ അത് ഗുണം ചെയ്യുമെന്ന് UDFും എല്ലാം അവകാശപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് ശേഷം മാത്രമേ നമുക്കത് സംബന്ധിച്ചൊരു വ്യക്തത വരികയുള്ളൂ. ശരി പ്രസാദ്, ഇതുവരെയുള്ള പോളിംഗ് അനുസരിച്ച് 7 മണിക്ക് തുടങ്ങിയ പോളിംഗ് ആണ് 10:42 ആകുന്നു. 10:28 വരെയുള്ള കണക്കുകൾ അനുസരിച്ച് 20.50% ഇതുവരെയുള്ള പോളിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. രാവിലെ നമ്മൾ കാണുമ്പോൾ പലയിടത്തും വലിയ ക്യൂ ഉണ്ടായിരുന്നു. പല ബൂത്തുകളിലും നല്ല തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമാണ് തിരക്ക് കുറവുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ സമയത്തിലേക്കൊക്കെ എത്തുമ്പോൾ 10-11 മണിയിലേക്കൊക്കെ അടുക്കുന്ന സമയത്ത് പലയിടത്തും രാവിലെ കണ്ട നീണ്ട ക്യൂ കാണാൻ ഇല്ല. ആൽവിൻ തോമസ് കൂടി ചേരുന്നുണ്ട് നമുക്കൊപ്പം വിവരങ്ങളുമായിട്ട്. ആൽവിൻ, രാവിലെ പാലക്കാട് ആവേശത്തോടെ ഒഴുകിയെത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇപ്പോൾ പലയിടത്തും വോട്ടിംഗ് മന്ദഗതിയിലാണെന്ന് അറിയുന്നു. ആൽവിൻ നിൽക്കുന്ന ബൂത്തിൽ എങ്ങനെയാണ്, തിരക്കുണ്ടോ?
സേതുലക്ഷ്മി, നമ്മളിപ്പോൾ ഉള്ളത് പിരായിരി പഞ്ചായത്തിലെ 124 നമ്പർ ബൂത്തിലാണ് ഉള്ളത്. മോഴിപ്പുലം എന്ന സ്ഥലമാണിത്. അവിടുത്തെ 124 നമ്പർ ബൂത്തിലെ കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഒരേ ഒരു ബൂത്ത് മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നോക്കൂ, വലിയ തോതിൽ ആളുകൾ ഇപ്പോഴും വോട്ടിങ്ങിനായി തയ്യാറെടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച നമുക്കുള്ളത്. ഇതൊരു ഉൾഗ്രാമം കൂടിയാണ്. ഇത് പിരായിരി പഞ്ചായത്തിൻ്റെ ഒരു ഗ്രാമപ്രദേശമാണ് ഇവിടെ എന്ന് പറയുന്നത്. ഇവിടെ നിരവധി നെൽകർഷകരടക്കമുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. അവരൊക്കെയും കർഷകരായിട്ടുള്ള ആളുകളാണ്. അവരൊക്കെയും ഈ പ്രദേശത്ത് ഇപ്പോൾ നമുക്ക് കാണാവുന്നതുപോലെ നീണ്ട ക്യൂ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ നീണ്ട ക്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പോളിംഗ് ശതമാനം ഈ ഘട്ടത്തിൽ 20% എത്തിയെങ്കിൽ വരുന്ന മണിക്കൂറുകളിൽ അത് കൂടുതൽ, ഉച്ചയ്ക്ക് മുമ്പായി തന്നെ കൂടുതൽ പോളിംഗ് ശതമാനം കൂടാനുള്ള സാധ്യത നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് നമുക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പോളിംഗ് ശതമാനത്തിലേക്ക് എത്തും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഇപ്പോൾ പോളിംഗ് ശതമാനം അല്ലെങ്കിൽ പോളിംഗ് വളരെ സുഗമമായി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 122 നമ്പർ ബൂത്തിൽ രാവിലെ രണ്ട് തവണ വോട്ടിംഗ് മെഷീൻ പണിമുടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അവിടെ അത് പിന്നീട് പരിഹരിക്കപ്പെട്ടു. പക്ഷേ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ 124 നമ്പർ ബൂത്തിൽ വലിയ തോതിലുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക്, വോട്ടർമാരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഏതാണ്ട് 877 വോട്ടുകളാണ് പൂർണ്ണമായും ഈ ബൂത്തിലുള്ളത്. പിരായിരിയിലാണ് ഇരട്ട വോട്ട് ആക്ഷേപം ഏറ്റവും കൂടുതൽ CPM ഉന്നയിക്കുന്നത്. അതെ, അത്തരം രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഈ ദിവസങ്ങളിലും നിമിഷങ്ങളിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. രാവിലെ അതിന് മറുപടി നൽകുകയും ചെയ്തിരുന്നു UDFന്റെ സ്ഥാനാർത്ഥിയും. അതോടൊപ്പം തന്നെ അല്ല, നിലവിൽ ഇപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളായിട്ടൊന്നും ഇവിടെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്കിവിടെ നിന്ന് പറയാൻ കഴിയുക. ഏതായാലും ഇത്തരം ആരോപണങ്ങൾ, ഇരട്ട വോട്ട് ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നു. അതിന് മറുപടിയുമായി UDF വരികയും രംഗത്ത് വരികയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ ഇവിടെ വോട്ടിംഗ് സുഗമമായി തന്നെ പോകുന്നു. 122 നമ്പർ ബൂത്തിൽ 2 തവണ പണിമുടക്കി വോട്ടിംഗ് മെഷീൻ പണിമുടക്കി എന്നുള്ള തരത്തിൽ 2 വാർത്തകളുണ്ടായിരുന്നു. അത് പിന്നീട് ഇപ്പോൾ പരിഹരിച്ച് അവിടെ വോട്ടിംഗ് സുഗമമായി തന്നെ തുടരുന്നുണ്ട്. അവിടെയും പക്ഷേ നീണ്ട ക്യൂ ഉണ്ട് എന്നുള്ളതാണ്. അവിടെ 3 ബൂത്തുകളുള്ള ഒരു സ്ഥലത്താണ് ഈ പിഴവ് സംഭവിച്ചതെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതൊക്കെയും പൂർണ്ണമായി പരിഹരിച്ചുകൊണ്ട് ഇപ്പോൾ വീണ്ടും വോട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ 124 നമ്പർ ബൂത്തിലെ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടെയും നിരവധി പ്രായമായവരും സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ സ്ത്രീകളുടെ ഒരു നീണ്ട നിരയാണ് ഇവിടെ ഉള്ളത്. നമുക്കറിയാവുന്നതുപോലെ വോട്ടർമാരിൽ അധികവും സ്ത്രീകളാണ് പാലക്കാട് മണ്ഡലത്തിൽ എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. 1,900,000-ലധികം വോട്ടർമാരെന്ന് പറയുന്നത് സ്ത്രീകളാണ്. അപ്പോൾ മിക്കയിടങ്ങളിലും സ്ത്രീകളുടെ നീണ്ട നിര നമുക്ക് കാണാൻ കഴിയുന്നു. രാവിലെ നമ്മൾ നിന്ന ബൂത്തിലും അതുതന്നെയായിരുന്നു സ്ഥിതി. സ്ത്രീകളുടെ വലിയൊരു ക്യൂ നമുക്ക് ഈ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. ഏതായാലും വളരെ ക്രിയാത്മകമായി അവർ ഈ ഉപതെരഞ്ഞെടുപ്പിനോട് പ്രതികരിക്കുന്നു. പാലക്കാട്ടെ വോട്ടർമാർ വലിയ രാഷ്ട്രീയമൊക്കെയും കണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെയും മനസ്സിലാക്കി വിലയിരുത്തി അവരുടെ പ്രാദേശിക വിഷയങ്ങളൊക്കെയും ചർച്ച ചെയ്യപ്പെട്ടത് ആര്, ചർച്ച ചെയ്ത് ആര്, അതിന് പരിഹാരം കാണുന്നത് ആര് എന്നൊക്കെയുള്ള കൃത്യമായ ബോധ്യത്തോടു കൂടി തന്നെയാണ് അവരൊക്കെയും വോട്ട് ചെയ്യാനായി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. ഏതായാലും വോട്ടിംഗ് ഇപ്പോൾ ഇവിടെ മോഴിപ്പുലം അങ്കനവാടിയിൽ കൃത്യമായി സുഗമമായി തന്നെ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. ഏതാണ്ട് ഉച്ചയോടുകൂടി പോളിംഗ് ശതമാനത്തിൻ്റെ വർധന ഉണ്ടാവുകയാണെങ്കിൽ അത് പക്ഷേ നമുക്ക് ഏതാണ്ട് ഒരു വിലയിരുത്തലിലേക്കൊക്കെ പോകാൻ കഴിയും. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ വെയിലിൻ്റെ കാഠിന്യം വരുന്നതിന് മുമ്പ് തന്നെ കൂടുതൽ ആളുകളും വോട്ടിംഗ് ശരി ആൽവിൻ.